കള്ളായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണങ്ങളിൽ ഇന്ന് ദശമസ്കന്ധത്തിലെ 89ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്യേണ്ടത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് 89ാമത്തെ അധ്യായം പാരായണം ചെയ്യുകയാണ്. അതിനു മുന്നേ ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം തം നമാമി ഹരിം പരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകം. ഓം ജന്മാദസ്യ ദുന്യാദിദർശാത്യേഷ വിഘ്നസ്വരാ തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യൽസൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ. ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി സത്യം വരം ധീമഹി. ധർമ്മപ്രോചിതകൈതഗോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധതേ പ്രകൃതി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ ദശമസ്കന്ധത്തിലെ 89ാമത്തെ അധ്യായം. ഭൃഗുമഹർഷി ആർക്കാണ് സാത്വിക ഗുണം ഏറ്റവും അധികം, ഏത് ദേവനാണ് എല്ലാറ്റിലും ഉയർന്നത് എന്ന് പരീക്ഷിക്കുന്ന ഭാഗവും മറ്റു പല ഭാഗങ്ങളും ചേർന്നതാണ് 89ാമത്തെ അധ്യായം. അഹങ്കാരം, അർജുനന്റെ അഹങ്കാരം, സന്താന ഗോപാലം ഈ അധ്യായത്തിലാണ് പരാമർശിക്കുന്നത്. ഒരു ബ്രാഹ്മണന്റെ അനേകം മക്കൾ മരിച്ചു പോയപ്പോൾ ശ്രീകൃഷ്ണന്റെ മുന്നിൽ വന്ന് കരഞ്ഞ് ദേഷ്യപ്പെടുകയൊക്കെ ശ്രീകൃഷ്ണനെ വഴക്ക് പറയുകയൊക്കെ ചെയ്തപ്പോൾ ശ്രീകൃഷ്ണൻ മിണ്ടാതിരുന്നു. എന്നാൽ ഒരു പ്രാവശ്യം അവിടെ ഉണ്ടായിരുന്ന 9 മക്കളും മരിച്ചിട്ട് 9ാമത്തെ ശിശുവിനെയും കൊണ്ടുവന്ന് കരയുമ്പോൾ അവിടെ അർജുനൻ ഉണ്ടാവുകയും ഞാൻ നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി മരിക്കുമെന്ന് പറഞ്ഞ് രക്ഷിക്കാമെന്ന് പറയുകയും വാഗ്ദാനം ചെയ്യുകയും, പക്ഷേ ജനിച്ച ഉടനെ ആ കുഞ്ഞ് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും അർജുനന് തൻ്റെ അറിവില്ലായ്മ മനസ്സിലായി തീയിൽ ചാടാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ രക്ഷിക്കുന്നതുമാണ് സന്താന ഗോപാലത്തിന്റെ മുഖ്യ ഇത്. അതിൽ ഭഗവാൻ അർജുനന് അഹങ്കാരം വന്നപ്പോൾ അഹങ്കാരം ഇല്ലാതാക്കി തന്നോടെ അടുപ്പിക്കാൻ വേണ്ടിയാണ് അപ്രകാരം ഒരു പരീക്ഷണം വെച്ചത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദശമസ്കന്ധത്തിലെ 89ാമത്തെ അധ്യായം. അത ദശമസ്കന്ധ ഏകോനവതിതമോധ്യായഃ. ശ്രീശുകോവാച സരസ്വത്യാസ്തടേ രാജൻ ഋഷയഃ സത്രമാസത വിദഗ്ധസമഭൂത്യേഷാം വിശ്വദ്ദീശേഷു കോ മഹാൻ. നമോ ഭഗവതേ വാസുദേവായ
तस्य जिज्ञासया ते भृगुं ब्रह्मसुदं नृपा तज्जग्ने प्रेषयामासो सोऽभ्यगब्रह्मणः सभा तस्मै प्रगुणं स्तोत्रं चक्रे सत्त्वमरीचया तस्मै चुक्रोध भगवान् प्रज्वलन् स्वेन तेजसा सात्मन्युक्तिनं मन्युम् आत्मजायात्मना प्रभु अशीशमद्धावन्यं स्वयोन्या पालनात्मभू ततः कैलासमगमत् सतं देवो महेश्वर परिरब्धुं समारेभे उत्थाय भ्रातरं मुदा नैषत्वमस्य पदग इति देवश्च कोपः शूलमद्यं मतं हन्तुमारे वेतिक्वलोचना ബ്രഹ്മാവും ശിവഭഗവാനും മകളെ ആദരിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ ഭൃഗുവിനെ ശിക്ഷിക്കാൻ ഒരുങ്ങുന്നതാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. പതിത്വാ പാദയോർദേവി സ്വാന്തയാമാസ തം ഗിരാ അദോ ജഗാമ വൈകുണ്ഠം യത്ര ദേവോ ജനാർദ്ദന ശയാനം ശ്രിയ ഉത്സംഗേ പദാവശ്യസ്യ താടയൻ തദ ഉത്തായ ഭഗവാൻ സഹലക്ഷ്മ്യാ സദംഗതി കിടന്നുകൊണ്ട് തന്നെ ആദരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൃഗുമഹർഷി ഭഗവാന്റെ നെഞ്ഞത്ത് ചവിട്ടിയ ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ഭഗവാൻ എഴുന്നേറ്റിട്ട് ഭൃഗുമഹർഷിയെ ആദരിച്ച് തന്റെ തെറ്റിന് മാപ്പ് ചോദിക്കുകയും ആ കാലിന്റെ അടയാളം തന്റെ നെഞ്ഞിൽ എന്നെന്നും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെക്കുകയും ചെയ്യുന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ഓം ശ്രീകൃഷ്ണായ നമഃ. സ്വൽപതവരുഗ്രാഭനനാമശിരസാമുനി ആഗതേ സ്വാഗതം ബ്രഹ്മൻ നിഷീദാത്രാസനേ ക്ഷണം അജാനഭാമാഗതാൻ വാ ക്ഷന്തുമർഹദന പ്രഭോ അതീവ കോമളോത്താദാ ചരണോ തേ മഹാമുനെ ഇത്യുക്താ വിപ്രചരണോ മദ്യേൻ സ്വേന പാണിനാ മുനീഹി സഹ ലോകം മാം ലോകപാലാം സമദ്ഗതാൻ പാദോദകേന ഭവതസ്തീർത്താനാം തീർത്ഥകാരിണ അദ്യാഹം ഭഗം ലക്ഷ്മ്യ ആസമേകാന്തഭാജനം വത്സ്യത്യുത്തരസീമേ മേ ഭൂതിർഭവതി പാദഹതാം സാ ശ്രീശുഗോവാച ഏവം ബ്രുവാണേ വൈകുണ്ഠേ ഭൃഗുസ്തന്മന്ത്രയാ ഗിരാ നിർവദസ്തർപ്പിതൂഷ്ണീം മത്യുത്കണ്ഠോ സുലോചന പുനശ്ച സത്രമാവൃജ്യ മുനീനം ബ്രഹ്മവാദിനം സ്വാനുഭൂതമശേഷേണ രാജൻ പുരവർണയത് തന്നിശമ്യാതമുനയോ വിസ്മിതാ മുക്ത സംശയാ ഭൂയാസം ശബ്ദദുർവിഷ്ണും യദശാന്തിര്യതോ വയം തമസാക്ഷാൽ യഥോജ്ഞാനം വൈരാഗ്യം തദന്യുതം ഐശ്വര്യം ചാഷ്ടതായസ്മയശ്ചാമകൽപം മഹാവിഷ്ണു തന്നെയാണ് ഏറ്റവും സാത്വിക ഗുണമുള്ളത്. അദ്ദേഹം തന്നെയാണ് പരമമായ പരമാത്മാവ് എന്ന് അവർ തീരുമാനിക്കുകയാണ്. ഭൃഗുവന്ന് തനിക്ക് സംഭവിച്ചത് പറഞ്ഞതിനു ശേഷം മുനീനാം നിസ്തദണ്ഡാനാം ശാന്താനാം സമചേതസാം അകിഞ്ചനാനാം സാധൂനാം യമാഹു പരമാഗതി സത്യം യസ്യ പ്രിയാമൂർത്തി ബ്രാഹ്മണസ്തിഷ്ഠദേവതാ ഭജന്തി നാശിശാന്തായം വാ നിപുണബുദ്ധയാ ത്രിവിധാ ഹൃദയസ്തസ്യ രാക്ഷസാ അസുരാസുരാ ഗുണിന്യാമായ സൃഷ്ടാ സത്വം തീർത്ഥസാധനം ശ്രീശുഗോവാച യവൻ സാരസ്വദാ വിപ്രാണനം സംശയനുത്തയെ പുരുഷസ്യ പദാംബോജ സേവ്യാ തദ്ഗതിം ഗദാ സൂതാവാച ഏതന്മുനിതനയസ്യ തനയാസ്യ പത്മഗന്ധ പീയൂഷം ഭവഭയവിൽപരസ്യ പുംസ സുശ്ലോകം ശ്രവണപുടേ വിഭത്യ ഭീഷ്ണം പാദോദ്ഭ്രമണപരിശ്രമം ജഹാതി ശ്രീശുഗോവാച ഏകദാ ദ്വാരവത്യാന്തോ വിപ്രപത്ന്യാ കുമാരക ജാതമാത്രോ ഭുവൻസ്പൃഷ്ട്വാ മമാര കില ഭാരത സന്താനഗോപാലം കഥ ആരംഭിക്കുകയാണ്. വിപ്രോ ഗൃഹീത്വാ മൃതവ്രാജദ്വാരുവതായസ ഇദം പ്രോഭാജ വിലപന്നാതുരോദീനമാനസ ബ്രഹ്മദ്വിഷഷഠതിയോ ലുബ്ധസ്യ വിഷയാത്മന ശത്രുബന്ധോ കർമ്മദോഷ പഞ്ചത്വം മേഘ ദുർഭഗ ഹിംസാവിഹാരം നൃപതി ദുശ്ശീലമജിതേന്ദ്രിയം പ്രജാപജന്തി സീദന്തി ദരിദ്ര്യാ നിത്യദുഃഖിതാഃ ഏവം ദ്വിതീയം വിപശ്യ സ്ത്രീയന്തേവമേവ ച വിസജ്യ സർവദ്വാരി ത്വംഘാതം സമഗായത വിപ്രന്റെ അതായത് ബ്രാഹ്മണന്റെ സന്താനങ്ങൾ മരിക്കാൻ കാരണം രാജാവാണ്, രാജാവിന്റെ ദുർഭരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുകയാണ്. ഓരോ കുഞ്ഞു മരിക്കുമ്പോഴും ഇപ്രകാരം തന്നെ വന്ന് ഭഗവാന്റെ മുന്നിൽ കരഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. തമാർജുന ഉപശ്രുത്യ കേശവാന്തികെ പരേദീനവമേ ബാലേ ബ്രാഹ്മണം സമഭാഷത കിംചിത് ബ്രഹ്മം സ്തന്യവാസേ നാസ്തി ധനുർധര രാജന്യബന്ധുരേ ദേവേ ബ്രാഹ്മണാ സത്രമാസത്തെ. 9ാമത്തെ കുഞ്ഞു മരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അർജുനൻ എവിടെ ഉണ്ടായിരുന്നു? അദ്ദേഹം പറയുന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ധനധാരാത്മജാപ്യുക്ത എത്ര ശോചന്തി ബ്രാഹ്മണാ ദേവൈ രാജന്യ വേഷേണ രടാജീവന്യ സുംഭരാഃ അഹം പ്രജാം വാം ഭഗവൻ രക്ഷിഷ്യ
ऋषे दीनयोधिः अनिस्तीर्ण प्रदिग्नोऽग्निं प्रवेश्य हतकल्मषा ബ്രാഹ്മണോവാച ബ്രാഹ്മണൻ അവരുടെ അദ്ദേഹം പറയുന്നത് സംഘർഷണോ വാസുദേവ പ്രദ്യുമ്നോ ധന്വിനാംബര അനിരുദ്ധോ പ്രതിരഥ നത്രാതും ശക്നുവന്തി ഭഗവാൻ കർമ്മ ദുർക്കരൻ ജഗദീശ്വരേ ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സംഘർഷണൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എല്ലാവരും ഉണ്ട്. അവരൊന്നും തങ്ങൾ രക്ഷിക്കാമെന്ന് പറയാതിരിക്കുമ്പോൾ നിനക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അർജുനൻ അഹങ്കാരത്തോടു കൂടി പറയുകയാണ്. അർജുനോ വാച നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാശ്മീരേവ അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈധനു മമ ബ്രഹ്മൻ ബീജം ത്രംബകതോഷണം മൃത്യും വിജിത്യ പതനെ നിശ്ചേത്യം പ്രജാപ്രഭോ. അർജുനന്റെ അഹങ്കാരം. ഏവം വിശ്വം വിദോ വിപ്ര ഫാൽഗുനേന പരന്തപ ജഗാമസ്വഗൃഹം പ്രീത പാർത്ഥവീര്യം നിശാമയൻ. പ്രസൂതികാല ആസന്നേ ഭാര്യായ ദ്വിജസത്തമ പാഹി വാഹി പ്രജാമിത്യോരിത്യാഹ അർജുന മാതുരാ. സൗപസ്പൃശ്യ ശുച്യംഭോ നമസ്കൃത്യ മഹേശ്വരം ദിവ്യാനസ്ത്രാണി സംസ്മൃത്യ സജ്യം ഗാണ്ഡീവമാദദേ. നരുണൻ സൂതികാകാരൻ സരന്നാനാസ്ത്രയോജിതൈ തിര്യഗുർധ്വമദപാതസ്ഥകാര ശരപഞ്ചരം. അസ്ത്രങ്ങൾ കൊണ്ട് ശരപഞ്ചരമായിട്ടുള്ള ഒരു കുടീരം തീർത്ത് അതിന്റെ മുന്നിൽ അർജുനൻ കാവൽ നൽകുകയാണ് നിജപത്നിയെ ഉള്ളിൽ പ്രസവത്തിനാക്കിക്കൊണ്ട്. ഓം ശ്രീകൃഷ്ണായ നമഃ. തദകുമാര സംജാതോ വിപ്രപത്ന്യാനുജന്മുഃ സദ്യോ ദർശനമാപേദേ സശരീരോ വികായസാഃ. തദാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണസന്നിധൗ മൗഢ്യം പശ്യതമേയാഹം സദദേ ക്ലീബകഥനം. കുഞ്ഞ് ജനിച്ച ഉടനെ ഇത്ര പ്രാവശ്യവും ജനിച്ച ഉടനെ കുഞ്ഞിന്റെ ശവശരീരം ഉണ്ടായിരുന്നു. ഈ കുഞ്ഞാണെങ്കിൽ ജനിച്ച ഉടനെ ശരീരം പോലും അപ്രത്യക്ഷമായി. ഉടനെ ആ ബ്രാഹ്മണൻ അർജുനനെ വഴക്ക് പറയുകയാണ്. ഓം തത്സത് ന പ്രദ്യുമ്നോ നാനിരുദ്ധോ ന രാമോ ന ച കേശവ യസ്യ ശേഖോ പരിത്രാതും കോന്യസ്തത വിദേശര. ദിഗർജനം വിഷാവാദം ദിഗാത്മശ്ലാഘിനോ ധനു ദൈവോപസൃഷ്ടം യോമോഢ്യാനീശതി ദുർമതി. ദൈവത്തിന്റെ നിശ്ചയം മറികടക്കാൻ നീ ശ്രമിച്ചത് നിന്റെ അറിവില്ലായ്മയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വഴക്ക് പറയുന്നു. ഏവം ശപതി വിപ്രഷോ വിദ്യാമാസ്തായ ഫാൽഗുന യയോ സംയമനീയാശു യത്രാസ്തേ ഭഗവാൻ യമ. വിപ്രാപത്യമജക്ഷാണസ്തത ഐന്ദ്രീമഗത്പുരീം ആഗ്നേയീം നൈരതീം സൗമ്യം പായം വ്യം വരുണീമത രസാദനം നാഗവിഷ്ടം ദിശണ്യാന്യുദായുധ. എല്ലാ ലോകത്തും ചെന്ന് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അന്വേഷിക്കുകയാണ് അർജുനൻ. പക്ഷെ എവിടെയും ആ കുഞ്ഞിനെ കണ്ടുകിട്ടി. തദോപലബ്ധിജസുതോ നിസ്തീർണ പ്രതിശ്രുത അഗ്നിം വിവിച്ചു കൃഷ്ണേന പ്രത്യുക്തം സുദിശേതദാ. ദസേ ദ്വിജസൂനുസ്തേ ആവജ്ഞാത്മാനമാത്മന ഏതേന കീർത്തിം വിമലം മനുഷ്യസ്ഥാപയിഷ്യതി. അഗ്നിയിൽ പതിക്കാൻ തുടങ്ങിയ അർജുനനെ വീണ്ടെടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്ന ഭാഗമാണ്. വൈകുണ്ഠത്തിലേക്ക് പോകുന്ന വഴികളൊക്കെ അതിമനോഹരമായിട്ട് വിസ്തരിച്ചിരിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇതി സംഭാഷ്യ ഭഗവാൻ അർജുനേന സഹീശ്വര ദിവ്യം ശ്രുതമാസ്തായ പ്രതീജിം ദിശമാവിശത്. സപ്തദ്വീപാൻ സപ്ത സിന്ധുൻ സപ്ത സപ്തഗിരീനത ലോകാലോകം തഥാദിത്യ വിവേശ സഹമത്തമാ. തത്രാശ്വാസൈവ സുഗ്രീവ മേഘപുഷ്പവലാഹക തമസി ദൃഷ്ടഗതയോ ബഭൂർവരതപശ്രവ. താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ മഹായോഗീശ്വരേശ്വര സഹസാദിത്യ സംഘാസം സചക്രം പ്രാഹിണപുര. തമസ്സു ഘോരം ഗഹനം കൃതം മഹത് വിധാരയേദ്ഭൂരിതരേണ രോജിഷ മനോജവവിവേശി സുദർശനം ഗണച്ചു ഗുണച്ചുതോ രാമശരൂയദാശമോ. ദ്വാരേണ ചക്രാനുപഥേന തത്തമ പരം പരം ജ്യോതിരനന്ദപാരം സമസ്നുവാനം പ്രസമീക്ഷ്യ ഫൽഗുന പദാടിദാക്ഷോപി ദക്ഷിണീയുഭേ. തദപ്രവിഷ്ടസ്ഥലിലം നഭസ്വതാ ബലീയസേജത് ബഹുദുർനിഭാഷണം ഭൂഷണം തത്രാത്ഭുതം വൈ ഭവനം യുമത്തമം രാജന്മണിസ്തംഭസഹസ്രശോഭിതം. തസ്മിൻ മഹാഭീമനന്ദമത്ഭുതം സഹസ്രമുദന്യഫണാമണിദ്യുവി വിഭ്രാജമാനന്ദി ഗുണോദ്ഭണിക്ഷണം സിജാചലാഭം സിരികണ്ഠജിഹ്വം. ഓം ശ്രീകൃഷ്ണായ നമഃ. മഹാവിഷ്ണുവിനെ വൈകുണ്ഠത്തിൽ അവർ ദർശിക്കുകയാണ്. ദദർശ തദ്ഭോഗസുഖാസനം വിഭും
മഹാനുഭാവം പുരുഷോത്തമോത്തമം സാംഭ്രാമുഭാവം സുഭിശങ്കവാസസം പ്രസന്നവക്രം രുചിരായതേക്ഷണം മഹാമണിവ്രാതകിരീടകുണ്ടലം പ്രഭാപരിക്ഷിപ്തസഹസ്രകുണ്ടലം പരംബജ അഷ്ടഭുജം സകൗസ്തുഭം സൈവത്സലക്ഷ്മം വനമാലയാവൃതം സുനന്ദനന്ദ പ്രമുഖേ സ്വപാർശ്വദേ ചക്രാദിഭിർമൂർത്തി ധരേ നിജായുധേ പുഷ്ട്യാശ്രിയാ കീർത്തി ജയാഖിലർദ്ധിഭിർ നിഷേവ്യമാണം പരമേഷ്ഠിനാം പ്രതിം പവന്ത ആത്മാനമനന്തമാച്യുതോ വിഷ്ണുശ്ചതുർദർശന ജാതസാധ്വസ താവാഹ ഭൂമ പരമേഷ്ഠിനം പ്രഭും വദഞ്ജലി സസ്മിതമൂർജയാ ഗിര. ഓം ശ്രീകൃഷ്ണ പരമാത്മാവേ നമഃ. ദ്വിജാത്മജാമേ യുവയോതിദൃക്ഷുണ മയോപനീതാ വിധർമ്മഗുപ്തയേ കലാവതീർണാഭവനീർബലാസുരാൻ അദ്വേഗഭൂയസ്തരേദമന്ദിജ അന്തിമേ പൂർണ്ണകാമാവീവ നരനാരായണാകുഷി ധമ്മമാചരിതംസ്ഥിത്തെ ഋഷഭോ ലോകസംഗ്രഹം ഇത്യാദിശ്ചോ ഭഗവതാ തൗ കൃഷ്ണോ പരമേഷ്ഠിനാ ഓമിത്യാനമ്യ ഭൂമാനാമാദായ ദ്വിജതാരകാൻ നവർത്തതാം സ്വഗന്ധാമാ സമ്പുഷ്ടൗ യഥാഗതം വിപ്രായ തദുപുത്ര യഥാരൂപം യഥാവയ. ആ വിപ്രന് ഒരു പുത്രന് പകരം എല്ലാ പുത്രന്മാരെയും തിരിച്ചു ലഭിക്കുകയാണ്. നിശാമ്യ വൈഷ്ണവം ധാമ പാർത്ഥ പരമവിസ്മിത യത്കിഞ്ചിത് പൗരുഷം പുംസാമ്യേനേ കൃഷ്ണാനുകന്ദിതം. ഇത്യാദൃശ്യാന്യനേകാനി വീര്യാണി പ്രദർശയൻ മുകുജേ വിശ്വരാമ്യാനി ചതുർദിജേ മഖേ. പ്രവവർഷാഖിലാൻ കാമാൻ പ്രജാസു ബ്രാഹ്മണകാലേഷു യഥാകാലം ദേവേന്ദ്രോ ഭഗവാൻ ശ്രേഷ്ഠമസ്തിത അത്വാനുഭാനധർമ്മിഷ്ഠാൻ ഘാതയത്വാർജുനാദിഭിः അഞ്ജസാ വർത്തയാമാസ ധർമ്മം ധർമ്മസ്തുതാദിഭിः. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാരതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദ്വിജകുമാരാനയനം നാമ ഏകോനവതിതമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീമദ് മഹാഭാഗവത കീർത്തനത്തോടുകൂടി ഇന്നത്തെ ഭാഗവത പാരായണം ഭഗവാന്റെ തൃക്കാര്യത്തിൽ സമർപ്പിക്കുകയാണ്. ഓം ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്ങിണി പദ കമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത. ഹര കൃഷ്ണ തരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമോദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത തുലിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത. പൂതാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത.
जगदीश हरे कृष्णा जय जगदीश हरे जय गुरु मारुत मंदिर नागा जय जगदीश हरे देवा जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूप जय जय भागवता देवा जय जय भागवता देवा जय जय भागवता सर्वत्र गोविंद नाम संकीर्तനം गोविंद गोविंद നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം തത്സത്തെ ഭാഗവത പാരായണം സമർപ്പിക്കുന്നു. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗത്തോടുകൂടി പാരായണം കൂടി സമർപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ്ണു ഭുജംഗ പ്രയാണം. ഓം തത്സത്. ഇദം ശംവിദം നിർമ്മലം നിർവികൽപം